ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ നമ്മൾ നമ്പേഴ്സായിരുന്നു നോക്കിയിരുന്നത്. നമ്പേഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 വരെ മീൻസ് നമ്പർ ഫുള്ള് ഞാൻ ഇന്ന് തന്നെ ഇടാമെന്ന്. അപ്പം കുറച്ച് ലേറ്റായിട്ടാണല്ലോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്കൊരു വർക്ക് തന്നതാണ് ഇത് ഇപ്പോൾ കാണുന്നത്. 6 to 100 വരെ എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് 100 വരെ, 60 to 100 വരെയുള്ളത്. പിന്നെ അടുത്തത് ഇപ്പോൾ കാണുന്നത് ഞാൻ തന്ന അടുത്ത ഒരു വർക്കായിരുന്നു. 1215 എന്താണ് ഡോയിഷിൽ പറയുന്നത് എന്നുള്ളതായിരുന്നു. അതിങ്ങനെയാണ്: 1215. നെക്സ്റ്റ് നമുക്ക് മന്ത്സ് നോക്കാം. ജർമ്മനിയിൽ മന്ത്സ് എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് ഞാൻ വായിക്കാം. ജാനുവർ, ഫെബ്രുവർ, മാർച്ച്, ഏപ്രിൽ, മെയ്, യൂനി, യൂലി. നമ്മൾ ലെറ്റേഴ്സ് പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യോട്ട് എന്നാണ്. അപ്പം വൈയുടെ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും ജെയ്ക്ക് വരുന്നത്. അപ്പം യൂലി, യൂനി, യൂലി എന്ന് വരും. ജൂൺ, ജൂലൈക്ക്. ഔഗൂസ്റ്റ്, യു വരുമ്പം ഔ എന്ന് വായിക്കുന്നുണ്ട്. ഔഗൂസ്റ്റ്. സെപ്റ്റംബർ, ഒക്ടോബർ, ഒക്ടോബറിന് ഒക്ടോബർ. നവംബർ, നവംബറിന് നവംബർ. ഡിസംബറിന് ഡിസംബർ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വീക്സ് ആണ്, മീൻസ് ഡേയ്സ്. സൺഡേ, മൺഡേ ഇല്ലേ, അത് നമ്മൾ എങ്ങനെ ഡോയിഷിൽ പറയാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. വീക്സ്, മന്ത്സ്, ടൈം എല്ലാം നമുക്കത് യൂസ്ഫുള്ളാണ്. നമ്മളത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സോൺടാഗ്, മോൺടാഗ്, ഡീൻസ്റ്റാഗ്. IE വരുമ്പം എന്ന് പ്രൊനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഡീൻസ്റ്റാഗ്. മിറ്റ്വോഹ്, CH വരുമ്പം എന്നൊന്നുമല്ല ഹ എന്നാണ് പ്രൊനൗൺസ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മിറ്റ്വോഹ്. ഡോണർസ്റ്റാഗ്, ഫ്രൈടാഗ്, സാംസ്റ്റാഗ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആ ഒരു ഓർഡറിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഞാനതിൻ്റെ ഇംഗ്ലീഷും ഡോയിഷും ഇട്ടിട്ടുണ്ട്. അതൊന്ന് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ടൈം. അത് നോക്കാം. ടൈം പഠിക്കുമ്പം നിങ്ങൾ ഒരുപാട് ശ്രദ്ധയോടുകൂടി പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് തെറ്റിപ്പോവും. കാരണം ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ഇതാണ്. കാരണം ഇത് ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യുൻഫ് നാഹ് എന്ന് പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞ് ഇത്ര മിനിറ്റായി, 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി. അങ്ങനെയും 4 എന്ന് വരുന്നത്, ഫ്യുൻഫ് എന്ന് പറയുന്നത് ഇത്ര മണിയാകാൻ 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ, ആ ഒരു കണക്കിലുമാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ അത് 4ഉം നാഹും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ലാംഗ്വേജിൽ നമുക്ക് അവരുടെ അടുത്ത് ടൈം സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ടൈം അവർ പറയുമ്പോൾ മനസ്സിലാകണമെങ്കിലും നമുക്കിത് അറിഞ്ഞിരിക്കണം. ഇതിൽ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം 5 മിനിറ്റ് ആയെങ്കിൽ നമ്മൾ 15, 11 എന്നൊക്കെ പറയുന്നത് ഇവർ ഫ്യുൻഫ് നാഹ് എന്നാണ്. 11ന് എൽഫ്, ഫ്യുൻഫ് നാഹ് എൽഫ് എന്നാണ് ഇവർ പറയുന്നത്. 11 കഴിഞ്ഞ് 5 മിനിറ്റ്. അപ്പം ഈ ടൈം നിങ്ങൾ പഠിച്ചു വെക്കുക. ഫ്യുൻഫ് നാഹ് 5-ലാണെങ്കിൽ ഫ്യുൻഫ് നാഹ്, 15-ലാണെങ്കിൽ ഫിയർട്ടേൽ നാഹ്, 25-ലാണെങ്കിൽ ഫ്യുൻഫ് ഫോർ ഹാൽബ്. 25 വരുമ്പം മാത്രം ഫ്യുൻഫ് ഫോർ ഹാൽബ് എന്ന് വരും. മീൻസ് ഫ്യുൻഫ് ഫോർ ഹാൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരയാകാൻ 5 മിനിറ്റ്, ആ ഒരർത്ഥമാണ് വരുന്നത്. ഫ്യുൻഫ് നാഹ് ഹാൽബ്, നാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ്, അര കഴിഞ്ഞ് 5 മിനിറ്റ് ആയി എന്നുള്ളതാണ് ഫ്യുൻഫ് നാഹ് ഹാൽബ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈമും കാണാൻ പറ്റും. 5, 10, 15, 20 എല്ലാത്തിൻ്റെയും എഴുതിയിട്ടുണ്ട്. നോക്ക്. ഫ്യുൻഫ് നാഹ്, സേൻ നാഹ് 10 മിനിറ്റ് കഴിഞ്ഞു. ഫിയർട്ടേൽ നാഹ് 15 മിനിറ്റ് കഴിഞ്ഞു. സ്വാൻസിക് നാഹ് 20 മിനിറ്റ് കഴിഞ്ഞു. ഫ്യുൻഫ് ഫോർ ഹാൽബ്, അരയ്ക്ക് 5 മിനിറ്റ്, ഹാൽബ് അര. ഫ്യുൻഫ് നാഹ് ഹാൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അര കഴിഞ്ഞ് 5 മിനിറ്റായി. സ്വാൻസിക് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് കൂടെ ഉണ്ട്. മീൻസ് അടുത്ത ടൈം ആകാൻ 20 മിനിറ്റ് കൂടെ ഉണ്ട്.
ഫിയർടെയിൽ ഫോർ 15 മിനിറ്റ് കൂടെ ഉണ്ട്. സേൻ ഫോർ 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഫ്യൂൻഫ് ഫോർ 5 മിനിറ്റ് കൂടെ ഉണ്ട്. അതേപോലെ കറക്റ്റ് 12 എന്നാകുമ്പോഴത്തേക്കിനും ഉവർ. ഇപ്പം 1 മണിയാണെങ്കിൽ നമ്മൾ ഐനുവർ, സ്വൈയുവർ. 10 മണിയാണെങ്കിൽ സേനുവർ. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം നോക്കിക്കേ, ഫ്യുൻഫ് നാഹ് എൽഫ്. ഫ്യുൻഫ് നാഹ് എൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽഫ് എന്ന് പറഞ്ഞാൽ 11, ഫ്യുൻഫ് നാഹ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞു. 11 കഴിഞ്ഞ് 5 മിനിറ്റായി എന്നുള്ള മീനിങ്. രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ സേൻ നാഹ് ദ്രൈ. സേൻ നാഹ് ദ്രൈ എന്ന് പറയുമ്പോൾ 3 കഴിഞ്ഞ് 10 മിനിറ്റായി എന്നുള്ള മീനിങ്ങാണ്. തേർഡ് വൺ നോക്കുമ്പോൾ ഫ്യുൻഫ് ഫോർ ഹാൽബ് അക്റ്റ്. ഫ്യുൻഫ് ഫോർ ഹാൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരയ്ക്ക് 5 മിനിറ്റ്. അക്റ്റ് എന്ന് പറഞ്ഞാൽ 8 എന്ന് വെച്ചാൽ 8ന് അരയാകാൻ മീൻസ് 7:30. 8ന് അരയാകാൻ എന്ന് പറയുമ്പോഴത്തേനും 7:30 എന്നല്ലേ അവരുടെ ടൈം. അതിന് 5 മിനിറ്റ് ഇനിയുണ്ടെന്ന്. അപ്പോൾ നോക്കിക്കോണം എത്ര വളച്ചു ചുറ്റിയാണ് അവരുടെ ടൈം എന്നുള്ളത്. അടുത്തത് ഹാൽബ് സ്വൈ. ഹാൽബ് സ്വൈ ഹാൽബ് എന്ന് പറഞ്ഞാൽ അര, സ്വൈ എന്ന് പറഞ്ഞാൽ 2. ഇനി നമുക്കൊരു ഫോർ ടൈം നോക്കാം. ഫോർ ടൈം എന്ന് പറയുമ്പോഴത്തേനും സേൻ 4 6. താഴത്തേതിൽ മൂന്നാമത്തത് സേൻ 4 6 എന്ന് പറയുമ്പോഴത്തേക്കിനും സേൻ 6ന് 10 മിനിറ്റ്. 6 മണിക്ക് 10 മിനിറ്റ് ഉണ്ടെന്ന് പറയുന്നതാണ് സേൻ 4 6 എന്ന്. അപ്പോൾ നെക്സ്റ്റ് ഫ്യുൻഫ് 4 12. 12 എന്ന് പറഞ്ഞാൽ 12, ഫ്യുൻഫ് എന്ന് പറഞ്ഞാൽ 5. അപ്പം 12ന് 5 മിനിറ്റ്. അടുത്തതിപ്പം 8 മണി എന്ന് പറയണമെങ്കിൽ അക്ടോബർ. 9 മണി എന്ന് പറയണമെങ്കിൽ നൊയനുവർ. 7 മണി സീബൻ ഉവർ. അപ്പം ഈ ഒരു ടൈം നമുക്ക് എളുപ്പമാണ്. അത് ജസ്റ്റ് നമ്മുടെ നമ്പറിൻ്റെ കൂടെ ഉവർ ചേർക്കുമ്പോൾ ഓക്കെ ആയി. ബാക്കിയുള്ളത് നമ്മൾ പഠിച്ച് മൈൻഡിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ അടുത്ത് ടൈം പറയാനും അവർ പറയുന്ന ടൈം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റത്തുള്ളൂ. ഇതോടുകൂടി നമ്മുടെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിലുള്ളത് തീർന്നു. ഇനി നമ്മൾ നാളെ മുതൽ ഗ്രാമറാണ് തുടങ്ങുന്നത്. ഗ്രാമർ തുടങ്ങുമ്പം ഈ ഡെയിലി ഇത്രയും ദിവസം പഠിച്ചത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഗ്രാമർ പഠിക്കുക. അപ്പം മാത്രമേ നമുക്ക് വൊക്കാബുലറി നമ്മുടെ ഇമ്പ്രൂവ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി എൻ്റെ അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ഡെയിലി അതൊരു സെക്ഷനായിട്ടായിരിക്കും. സെക്ഷൻ ഇൻ ദ സെൻസ് 3 സെക്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് വൺ ഞാൻ പഠിപ്പിക്കുന്ന ഗ്രാമർ, സെക്കൻഡ് വൺ ആ ഗ്രാമറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, തേർഡ് വൺ വൊക്കാബുലറി. ഫസ്റ്റ് നമ്മുടെ ഗ്രാമർ പാർട്ടിൽ ഞാൻ അധികം ഒരുപാടായിട്ട് പഠിപ്പിക്കാൻ ഒന്നും ആലോചിക്കുന്നില്ല. കാരണം ഞാൻ A1 ഒത്തിരി പഠിച്ചു. ഒരുപാട് പഠിച്ചിട്ട് എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേക്കിനും ഇത്ര മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നുള്ളൂ. അതിൻ്റെ ബാക്കി ഞാൻ പഠിച്ചു, ഓക്കെ, എനിക്ക് അറിയാമെന്നല്ലാതെ എനിക്ക് എക്സാമിന് യൂസായിട്ട് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ പഠിക്കുമ്പം ആവശ്യമുള്ളത് പഠിച്ചാൽ മതി. ഇപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ചെന്ന് എന്തായാലും നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകും നമ്മൾ സംസാരിക്കുമ്പം. പക്ഷേ നമുക്ക് അവിടെ എത്തിപ്പെടുക എന്നുള്ള ഒരു കടമ്പ ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇവർ വെച്ചിരിക്കുന്ന ആ ഒരു എക്സാം, ആ B2 എക്സാം പാസ്സാവാനുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അത്രയും മതി. അതിൻ്റെ ബാക്കി നമ്മൾ എത്ര ഗ്രാമർ പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ചെന്ന് സംസാരിച്ച് മാത്രമേ അത് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. ഈ B2 പാസ്സാവാനുള്ളത് പഠിപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. മീൻസ് ഞാൻ എന്തൊക്കെ B2വിന് വേണ്ടി പഠിക്കുന്നു, എന്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എത്രമാത്രം എനിക്ക് യൂസ്ഫുള്ളായി, അത് മാത്രമേ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. അത് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എൻ്റെ ഒപ്പം, ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് ഒപ്പം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നിങ്ങളെ കൊണ്ടത് ജയിക്കാൻ പറ്റുമെന്നുള്ളത് കാര്യം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 3 സെക്ഷൻ. ഫസ്റ്റ് ഞാൻ ഗ്രാമർ പഠിപ്പിക്കും. ഗ്രാമറിൻ്റെ ഒരു പോർഷൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനോട് ചേർന്നിട്ടുള്ള വർക്കും ഞാൻ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ കാണും. ആ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഒരു ദിവസം 10 വൊക്കാബുലറി, ഡെയിലി 10 വൊക്കാബുലറി വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. 10 വൊക്കാബുലറി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ആ 10 വൊക്കാബുലറി നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും.
അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ പോലെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്